ഹായ് ഹലോ ഇറ്റ്സ് മീ ലക്ഷ്മി. എല്ലാവർക്കും സുഖം വരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ കൂടുതൽ നഴ്സിംഗിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ഫീൽഡ്. അതുകൊണ്ടായിരിക്കാം ആർക്കെയും ബോറടിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിക്കും. അപ്പോൾ എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ്. നമുക്ക് കുറേ പോസ്റ്റിംഗ് ഉണ്ട് കേട്ടോ നഴ്സിംഗ് പഠിക്കുമ്പോൾ. എനിക്ക് സൈക്കാട്രിക്ക്, കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് അങ്ങനെ കുറേ പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ആണ് കേട്ടോ. കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു ബാച്ചിനെ ട്യൂട്ടേഴ്സുമായിട്ട് വണ്ടിയിൽ, നമ്മുടെ സ്കൂളിൻ്റെ കോളേജിൻ്റെ എല്ലാ വണ്ടിയിൽ അറിയാവുന്നൊരു ഏരിയയിൽ കൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ കൊണ്ട് നമ്മളെ ഇറക്കും. എന്നിട്ട് നമ്മൾ അടുത്ത വീടുകളിൽ പോയിട്ട് സർവേ എടുക്കുമ്പോൾ ഈ വീട്ടിൽ സർവേക്ക് ആൾ വരുമല്ലോ, അതുപോലെ തന്നെ നമ്മൾ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഓരോ വീട്ടിലും പോയി അവർക്കുള്ള ഷുഗർ നോക്കണം, ബി പി നോക്കണം, അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം. അതൊക്കെ നമ്മുടെ ഒരു അസൈൻമെന്റ് ആണ്. അപ്പോൾ ട്യൂട്ടേഴ്സ് വന്നിട്ട് നമ്മൾ അവർക്ക് യൂറിൻ ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യണം, ബി പി ചെക്ക് ചെയ്യണം. അപ്പോൾ അതൊരു പ്രൊസീജിയർ, പ്രാക്ടിക്കൽ എക്സാം വൈസ് നമ്മളത് ചെയ്യണം. അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. ചുമ്മാ പോയി കയ്യിൽ ബി പി കഫും കെട്ടി ബി പി നോക്കണം, അങ്ങനെയല്ല. അത് നമുക്ക് പഠിക്കാനൊരു പ്രൊസീജിയർ വൈസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്താലേ നമുക്ക് അവർ മാർക്ക് ട്യൂട്ടേഴ്സ് തരത്തുള്ളൂ. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റിംഗ് ആണ്. ഒരു ഏരിയയിൽ കൊണ്ട് ഇറങ്ങിയിട്ട് എപ്പോഴും ട്യൂട്ടേഴ്സ് ഒന്നും നമ്മൾ പറഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. അവർക്ക് അവരുടെ കുറച്ച് വർക്കും കാര്യങ്ങളും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഹെൽത്ത് സെന്ററിൽ ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ വീടും സ്ഥലമൊക്കെ കയറി ഇറങ്ങി മാങ്ങാപ്പുളി ആത്തുന്നത്. പിന്നെ ആ സമയത്തൊക്കെയാണ് നമുക്ക് കൂടുതൽ എക്സ്പോഷർ. കടയിലൊക്കെ പോകാൻ, കടകളൊക്കെ കാണുന്നത്. മറ്റേ എപ്പോഴും ഹോസ്പിറ്റൽ ഇതല്ലേ. അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കണ്ട കടകളിൽ ഇറങ്ങി സാധനങ്ങളൊക്കെ മിഠായി വാങ്ങിക്കുക. പിന്നെ മാങ്ങ, ചക്ക, പുളി, എനിക്കറിയത്തില്ല കേട്ടോ, ഇതൊക്കെ സാധനങ്ങളാണ്. നമ്മൾ തിരിച്ച് പോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ എത്തുമ്പോൾ തന്നെ എല്ലാവരെയും ബാഗിൽ എന്തെങ്കിലുമൊക്കെ കുറേ സാധനം ഉണ്ടായിരിക്കും. നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്ത് പോണ ഒരേ ഒരു പോസ്റ്റിംഗ് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ആണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എനിക്കൊക്കെ ട്രിവാൻഡ്രത്ത് 2-3 സ്ഥലത്ത്, അവിടെ നമ്മുടെ OPRS ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ചുറ്റുവട്ടത്ത് തന്നെയാണ് പോസ്റ്റിങ്ങിന് കൊണ്ട് ഇറക്കാറ്. പിന്നെ നമ്മൾ ആ സമയത്ത് ഒത്തിരി ഫാമിലി ആയിട്ട് ഒരുപാട് വീടുകളിൽ പോകുമ്പോഴത്തേനും അവരുമായിട്ടൊക്കെ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ പേഷ്യൻസിനെ കാണുക, അവിടെ വെച്ചാണ് നമ്മൾ അവർക്കൊക്കെ ഇഞ്ചക്ഷൻസ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യണതും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതും. അപ്പോൾ അവരോടൊക്കെ നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ്. നമ്മൾ വീട്ടിൽ പോയി വീട്ടുകാരെ കാണുന്ന പോലെയും അവരുടെ അടുത്ത് സംസാരിക്കും പോലെയും അതൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു രസമാണ്. പിന്നെ നമ്മളെ ആരും നമ്മൾ കൂടെ നടന്ന് നമ്മളെ വഴക്ക് പറയാനും ഒന്നുമില്ല, സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കാനും ഒന്നും ആരും ഇല്ലല്ലോ. നമ്മൾ 3-4 ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. കുറച്ച് പേര് അങ്ങോട്ട് പോകുന്നു, കുറച്ച് പേര് ഇങ്ങോട്ട് പോകുന്നു. കറങ്ങി തിരിഞ്ഞ് എവിടെയെങ്കിലും പോയിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്നു. പിന്നെ കണ്ട വയലത്തോടും ഒക്കെ ചാടി മാറുന്ന ഒരു ബഹളമായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു ടൈമിലൊക്കെ കിട്ടും. പിന്നെ സൈക്കാട്രിക് പോസ്റ്റിംഗ് ഒക്കെ നമുക്ക് ഉളമ്പാതെയായിരുന്നു മെന്റൽ ഹോസ്പിറ്റലിൽ. അവിടത്തേക്ക് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിൽ ഒത്തിരി വിഷമം തോന്നും. നമ്മളൊക്കെ പുറമേ നിന്ന് കാണുന്നത് പോലെ അല്ലാത്തൊരു ലൈഫാണ് അവിടേക്ക് പോകുമ്പോൾ. ഓരോരുത്തരുടെ സിറ്റുവേഷൻസ് ഒക്കെ കാണുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കുമോ, ദൈവമേ ഇത്രയുള്ള ഒരാളുടെ ലൈഫ് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് എങ്ങനെ ആയി. ചിലപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ഹൗസ് വൈഫ്, അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ ആയിരിക്കും. അവരുടെയൊക്കെ മാനസികാവസ്ഥയൊക്കെ തെറ്റിയിട്ട് അവിടെ വന്ന് പരസ്പര ബന്ധം ഇല്ലാണ്ടൊക്കെ അവർ ഓരോന്ന് പ്രവർത്തിക്കുകയും പറയുകയും എടുക്കുകയും വസ്ത്രം പോലും ധരിക്കാതെ നടക്കുന്നവരുണ്ട്. ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. മാനസികമായി തെറ്റിയിട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഓരോ സൈക്കാട്രി തന്നെ ഓരോ ഡിസീസ് കണ്ടീഷനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേനുമാണ് ആ കണ്ടീഷൻ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം നമ്മൾ